നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എന്നെ തടയരുത്. ഗോപിക ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് ഇവളെ വേണം. ഇവളെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഞങ്ങൾ വിവാഹവും കഴിക്കും. ഋഷി, ഞാൻ പറയുന്നത് ദേവിക, എനിക്ക് വിശ്വാസം. ഋഷിമോനായിരുന്നോ? വാ, ഇരിക്ക്. ഇരിക്കും മോനെ. ആ, ഋഷിയോ? വാ, ഇരിക്കും. ഇരിക്കും മോനെ, ഇരിക്കുക. എല്ലാവരുടെ ഉണ്ടല്ലോ, അത് നന്നായി. ഞാൻ ഒരു തീരുമാനം പറയാനാ വന്നത്. ആർക്കും എന്നോട് അലോഹ്യം തോന്നരുത്. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഈ ജാതകത്തിലോ ജ്യോത്സ്യത്തിലോ ഒന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ജ്യോത്സ്യം പറഞ്ഞൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് ഗോപിക ഇഷ്ടമാണ്, ഗോപികയ്ക്ക് എന്നെ ഇഷ്ടമാണ്. നടക്കേണ്ടത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമ്മതിച്ചാൽ ഇപ്പൊ തന്നെ ഗോപിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ തയ്യാറാണ്. അതെങ്ങനെ? ആന്റി, എന്റെ കുടുംബക്കാർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. അതിന് ഞാൻ ആന്റിയോട് മാപ്പ് ചോദിക്കുന്നു. അത് മാത്രമല്ല, ആന്റി ഒന്ന് മനസ്സിലാക്കണം, അഞ്ജിതയുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയത് എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നിങ്ങൾ ഗോപിയെ വിളിക്ക്, എനിക്ക് അവളോട് സംസാരിക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഗോപികേ, ഗോപിക, ഗോപികേ, എനിക്ക് തന്നെ ഒന്ന് കാണണം. കണ്ട് എനിക്ക് സംസാരിക്കണം. ഋഷി, ഗോപികയുമായുള്ള വിവാഹം നടന്ന ഋഷിക്ക് അപകൃതി സംഭവിക്കുന്നതാണല്ലോ ജ്യോത്സ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. മനുഷ്യന് ഒരു ജന്മേ ഉള്ളൂ. ആ ജന്മം ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൂടെയാണ് ഒരു പുരുഷൻ ജീവിക്കേണ്ടത്. മരണം സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. ഗോപികയോടൊപ്പം ഒരു നാൾ മാത്രമാണ് ജീവിക്കാൻ എനിക്ക് യോഗമെങ്കിൽ എനിക്കത് മതി. ആ ഒരു ദിവസം എനിക്ക് അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. മോനേക്കാൾ ഒത്തിരി ജീവിതം കണ്ടവരാ മുത്തശ്ശൻ. ആ അനുഭവം വെച്ച് പറയുക, ജാതകം നോക്കി തീരുമാനിച്ച കാര്യങ്ങൾ അനുസരിക്കുക നല്ലത്. സുലോചനെ, അമ്മേ, ഋഷി ഇവിടെ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കുക. പ്രശ്നോ? അവനെന്ത് പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നേ? ഋഷിക്ക് ജ്യോത്സ്യത്തിലും ജാതകത്തിലും ഒന്നും വിശ്വാസമില്ലത്രേ. ജ്യോത്സ്യൻ പറഞ്ഞതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഋഷിക്ക് ഇപ്പൊ ഗോപികയെ വിവാഹം കഴിക്കണോന്ന്. അതിനു വേണ്ടി അവൻ കിടന്ന് ബഹളം വെക്കുക. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇവിടം വരെ വരുവോ? അല്ലെങ്കിൽ വിഷയം ഗുരുതരായി പോവും. ഞാൻ ഈ വിവരം മഹാദേവനോടൊന്ന് പറയട്ടെ. ആ, ശരി. എനിക്കിപ്പോ ഗോപികയെ കണ്ടേ പറ്റൂ. അവളെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഗോപിക, ഗോപിക, ഇറങ്ങി വരാൻ. ഗോപികെ, നിന്നോടാ പറഞ്ഞത്. ഗോപിക, ഇറങ്ങി വാ. ഗോപിക, ആന്റി, ഗോപികയെ വിളിച്ചേ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഗോപികയെ കണ്ടിട്ട് ഇവിടുന്ന് പോവും. എന്താ ഇവിടെ? ഗോപിക, എന്താ ഋഷി, എന്താ? ഋഷിക്ക് ഗോപികയുമായുള്ള വിവാഹം നടത്തി കൊടുക്കണമെന്ന്. ചേച്ചി, ഗോപികനെ വിളിച്ചേ. എനിക്ക് ഗോപികനെ കാണണം. ഋഷി, ഞാൻ പറയുന്ന സംയമനത്തോടെ നീ ഒന്ന് കേൾക്കണം. വിവാഹത്തിന്റെ കാര്യത്തില് മുതിർന്നവരെല്ലാരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്?
എന്റെ വീട്ടുകാർ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ട് അഞ്ജിതയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് ഞാൻ നേരിട്ട് ഇവിടെ വന്നത്. ദയവ് ചെയ്ത് എന്റെ വീട്ടുകാരെ എന്നോട് കാണിക്കുന്ന ക്രൂരത നിങ്ങൾ ഗോപികയോട് കാണിക്കരുത്. ഋഷിയും ഗോപിക്കും തമ്മിലുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കില്ല. അത് പറയേണ്ടത് ഗോപികയാണ്. അവള് പറയട്ടെ. ശരി, ഇനി ഗോപിക പറഞ്ഞാലേ വിശ്വാസം ആവുള്ളൂ എങ്കില് ഞാൻ പോയി ഗോപിക വിളിച്ചോണ്ടുവരാം. നിന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഋഷി വാശി പിടിക്കുന്നത്. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നീയാണ്. നിനക്ക് അവനോടുള്ള ഇഷ്ടം പോലെ തന്നെ അഞ്ജിതയ്ക്കും അവനോട് ഇഷ്ടമാണ്. മാത്രല്ല, ജാതക പൊരുത്തം ഋഷിയും അഞ്ജിതയും തമ്മിലാണ്. ഋഷിയുടെയും നിന്റെയും ജാതകങ്ങൾ തമ്മില് പൊരുത്തമില്ലെന്ന് മാത്രല്ല, പരിഹരിക്കാനാവാത്ത ദോഷമുണ്ട്. ഇവിടെ ആർക്കും നീയും ഋഷിയും തമ്മിലുള്ള വിവാഹം നടത്താൻ താല്പര്യമില്ല. അവരെല്ലാം ഭയപ്പാടിലാണ്. രണ്ട് കുടുംബങ്ങളുടെയും സമാധാനം ഇപ്പൊ നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് നീ ഉചിതമായ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. എല്ലാം അറിഞ്ഞൊരു തീരുമാനം തന്നെയാവും നിന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീയായിട്ടത് പറഞ്ഞാലേ അവനുകൂടി ബോധ്യമാവുള്ളൂ. നീ വന്നേ ഗോപു, വാ വന്നേ. പറയ, നിന്റെ തീരുമാനം നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയ ഗോപു. എന്ത് തീരുമാനം? നമ്മള് മുതിർന്നവര് തീരുമാനിക്കുന്നു, ഗോപിക അത് അംഗീകരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് പറയേണ്ടത് ഗോപികയാണ്. ഗോപിക പറയട്ടെ. ഗോപിക പറയ്. നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് നീ എല്ലാവരോടും ധൈര്യമായിട്ട് പറയ്. ഗോപിക, നീ എന്താ ഒന്നും മിണ്ടാ നിൽക്കുന്നേ? ഗോപിക, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഇവരുടെ വാക്കുകളൊക്കെ കേട്ട് നീ ജീവിതം പാഴാക്കരുത്. ഗോപിക, നീ വന്നേ. നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാം. വാ 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 ഗോപിക. ഋഷി, ബലം പ്രയോഗിച്ച് ഋഷി ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്ന ഋഷി ഒന്ന് കേൾക്കണം. ഋഷിയായിട്ട് രണ്ട് കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കരുത്. ചേച്ചി, ചേച്ചി എന്നെ തടയരുത്. ഗോപിക ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് ഇവളെ വേണം. ഇവളെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ട് ഇവിടുന്ന് പോവും. ഞങ്ങൾ വിവാഹവും കഴിക്കും. ഋഷി, ഞാൻ പറയുന്നത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.